നമസ്കാരം. മുഖാമുഖത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ആണ്. സാർ, സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. SNDP NSS ഐക്യം ആർക്ക് ഗുണമാകും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം. അത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വരും നാളുകളിൽ സമുദായങ്ങളിലടക്കം വലിയ ചർച്ച ആകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ആ നീക്കം ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഐക്യം സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്നാമത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇപ്പം നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ ഏകോപിപ്പിക്കുക എന്നുള്ളത്. അതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അതിന് ഒരു മുസ്ലിം വിരോധം മാത്രം പറഞ്ഞ് അതിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. NSSനും SNDP പറയുന്ന അതേ ടോണിൽ അത് ഏറ്റുപിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു ധ്വനിയുണ്ട്. പക്ഷെ അതിനോട് ബൈറ്റ് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മളിപ്പോഴത്തെ ഇലക്ഷൻ്റെ പാറ്റേൺ നോക്കിയാലും അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 15-13 എന്ന സീറ്റുകൾ. കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. DCC പ്രസിഡൻറ്റ് തന്നെ ആരാണെന്ന് ഇപ്പോഴും അറിയാൻ വയ്യാത്ത പോലെ ഒരു കസേരകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ മാറി മാറി ഇരിക്കുകയും പോവുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ആയാലും അത്രയധികം സീറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വെറുപ്പിൽ ജനങ്ങൾ ആരെയാണ് വിജയിപ്പിക്കാവുന്നതെന്ന് തേടി വോട്ട് ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇത് ഈ സംഘടനകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പണ്ട് പിണറായി വിജയൻ TJ ചന്ദ്രചൂഡനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാവ് വാടകയ്ക്ക് കൊടുക്കരുത്. ഇത് നാവ് വാടകയ്ക്ക് എടുത്ത സ്ഥിതിയാണ് കാണുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയോ CPMൻ്റെ പുതിയ പ്രചരണ തന്ത്രത്തിൻ്റെയോ വക്താവായിട്ട് നാവ് വാടകയ്ക്കെടുത്തു എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം പറയുന്ന ഈ കടുത്ത വിദ്വേഷ പ്രചരണം, ഞാൻ സുകുമാരൻ നായർ പറയുന്നത് അതേ അളവിൽ ഒരേ ത്രാശിൽ അതിനെ തൂക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് കടുത്ത വിദ്വേഷമാണ്. ഈ സമീപകാലത്ത് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതിനും കലാപാഹ്വാനത്തിൻ്റെയും പേരിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഒത്തിരി നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ വെള്ളാപ്പള്ളി CPMന് ബാധ്യതയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അത് മാത്രമല്ല, UDF അടക്കം ചില നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. CPM എന്തുകൊണ്ട് ഇത് തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഘട്ടമൊന്നും തന്നെ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് പല നേതാക്കളുമൊക്കെ തന്നെയും പറയുന്നത്. പക്ഷേ ഇത് പൊതുസമൂഹം കാണുമ്പോൾ, ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതിനൊരു രണ്ട് കോണ്ടെക്സ്റ്റ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഓൾറെഡി CPMനൊരു ബാധ്യതയാണ്. അത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞുകൊള്ളും എന്ന് എനിക്ക് പറയാനുള്ളൂ. CPMന് മാത്രമല്ല, കേരളത്തിലെ ഒരു പുരോഗമന രാഷ്ട്രീയത്തിനും ഇടത് രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ചും വലിയ ബാധ്യതയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവരത് തിരിച്ചറിയാത്തതിൻ്റെ കാരണം ഇവരുടെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ട്രാറ്റജി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ തള്ളിപ്പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവർക്ക് പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി തീവ്രമായി പറയുന്നു എന്നുള്ളതാണ്. കാരണം AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? മാറാട് കലാപം വീണ്ടും ആവർത്തിക്കപ്പെടും. UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും. ഭീമാപ്പള്ളി കലാപവും പൂന്തുറ കലാപം അതിനുശേഷം ആണ്. മാറാട് കലാപത്തിന് ശേഷം കേരളത്തിൽ നടന്ന ഇടത് ഭരണകാലത്ത് നടന്ന വെടിവെപ്പിലാണ് പൂന്തുറയിൽ ഈ പ്രശ്നങ്ങളുണ്ടായത്. നമ്മളിതിനെ അതാരും ഓർമ്മിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് മിടുക്കരായി പോവുകയാണ്. കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതിനെ മൂടി അവിടെ ഒരു സമാധാന ശ്രമം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ശ്രീ എമ്മുമായിട്ട് കൂടി കണ്ടതിനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്?
ആ കടക്കപ്പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് നടത്തിയ ചർച്ചയെ എങ്ങനെ ന്യായീകരിക്കുന്നത്? അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി എടുത്ത സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ന്യായീകരണങ്ങൾ ഞാൻ ആ പുണ്ണ് വീണ്ടും കുത്തി വികൃതമാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സജി ചെറിയാൻ ആവർത്തിക്കുന്നതും ഏതാണ്ട് അതേ കാര്യങ്ങളാണ്. പേര് നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞാൽ വസ്ത്രം നോക്കിയാൽ അറിയാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കലാപകാരികളെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ മൈൽഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് എന്തുകൊണ്ട് പക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഇടപെട്ട് തിരുത്തണം. അത് നടക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. പ്രായത്തിൽ മുതിരുന്നതുകൊണ്ട് മാത്രം പക്വത വരില്ല. അവരിപ്പോഴും SFI കാലത്തിൽ പോലും എത്തിയിട്ടില്ല. അങ്ങനെ എല്ലാ കാലത്തും അതുകൊണ്ടാണ് ആവർത്തിച്ച് വരുന്നത്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്കൽ ക്ലാരിറ്റി. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തലമുടി നരയ്ക്കുന്നതുകൊണ്ട് മാത്രം, അതാണ് VS പറഞ്ഞത്, നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം, നരയ്ക്കാത്തതല്ല യൗവനം എന്ന് പറഞ്ഞത്. ഇവിടെ നരയ്ക്കുന്നതാണ് വാർദ്ധക്യം. അപ്പോൾ അതിൻ്റെ അകത്ത് അത് മാത്രമല്ല, അത് ഒരു വ്യക്തിയെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തിരുത്തപ്പെടാതെ നിൽക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്ക് ആ പറഞ്ഞത് പാർട്ടിയുടെ നയമല്ലെന്ന് പറയാൻ കഴിയുന്നില്ല. പറയാനും വയ്യ, പറയാതെ ഇനി വയ്യ എന്ന് പറഞ്ഞ പാട്ട് പോലെ അത് വിമ്മിഷ്ടപ്പെട്ട് കോഴിയൊക്കെ ഇങ്ങനെ കൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെ നടക്കുകയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ എന്താണ് ഇത്ര വിമ്മിഷ്ടം? അപ്പോൾ അതുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് എന്നുള്ള പേടിയുടെ ഒന്നുമല്ല, ക്ലാരിറ്റി ഇല്ല. അവർക്ക് അറിഞ്ഞുകൂടാ. പേടിയുടെ ഒന്നുമല്ല, അവർക്കിത് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നേടാമോ എന്ന് ശ്രമിച്ചു. പക്ഷേ ഇക്കൂട്ടർ തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പറയുകയും ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്ത ചരിത്രം അദ്ദേഹത്തിനില്ല. പക്ഷേ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തമായ വിമർശനം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് നോക്കിയാൽ നടത്തിയിട്ടുണ്ട്. ഹി വാസ് വെരി ഷാർപ്പ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, അന്ന് തന്നെ ഞാൻ പേര് പറയുന്നില്ല, മുതിർന്ന നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വർഗീയതയ്ക്ക് അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നുമില്ല. നിങ്ങൾ വർഗീയതയ്ക്കെതിരാണെങ്കിൽ നിങ്ങൾ രണ്ടിനെയും അറിയാതെ തന്നെ എതിർക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഏതാണ് ഉതകുക എന്നുള്ളത് നോക്കുമ്പോൾ, മലബാർ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയോട് കലഹിച്ച് ന്യൂനപക്ഷ വർഗീയതയോട് സന്ധി ചെയ്ത് ഉള്ള ഒരു ഇലക്ട്രൽ ടാക്ടിക്സ് ആയിരുന്നു അവിടെ പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷ വർഗീയത ഇത്ര എതിർത്തതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ അദ്ദേഹം സെൻട്രൽ സ്റ്റേജിലേക്ക് വരികയും കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മാറി ഇതിനെ പുൽകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന പല കേസുകളുടെ പശ്ചാത്തലത്തിലാവാം വളരെ മൃദുവായിട്ടുള്ളൊരു സമീപനം BJPയോട് എടുക്കുന്നു. CPMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങൾ മൃദുഹിന്ദുത്വമാണ് തുടരുന്നതെന്നുള്ള പ്രചരണം ആസൂത്രിതമായി ചെയ്യുന്നതാണ്, അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അതായത് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദി എയർ എന്ന് അദ്ദേഹത്തിന് അറിയാം. ആരാ അദ്ദേഹത്തോട് ചോദിച്ച്? അത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം. ആ സാഹചര്യം എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ വർഗീയതയ്ക്കെതിരായിട്ട് എടുക്കേണ്ട ശക്തമായ നിലപാട് എടുക്കുമെന്ന് അവിടെ പറയുകയാണ്. പക്ഷേ അത് എടുക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ കോൺഗ്രസ്സിന് എന്ത് വില കൊടുത്തും വിജയിച്ചേ മതിയാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് VD സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പടയൊരുക്കമുണ്ടാകുന്നത്. അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് ഒരു തരത്തിൽ സതീഷിനോട് വലിയൊരു അസൂയയാണ് തോന്നുന്നത്. ഇത്ര ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്രയധികം ഒരു റെപ്യൂട്ടേഷൻ ഇത്ര ഷോർട്ട് ടൈമിനുള്ളിൽ കിട്ടിയ ഒരു നേതാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലരും VSുമായിട്ട് പോലും താരതമ്യപ്പെടുത്തുമ്പം എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷേ അതാണ് വസ്തുത. കാരണം ഇവിടെ വേറെ ആൾക്കാർ സംസാരിക്കാനില്ല എന്നുള്ളിടത്താണ്. ഇവർ ചെയ്യുന്നത്, ഈ സതീഷിനെ എതിർക്കുന്ന ഇവരെല്ലാം ചെയ്യുന്നത് വളരെ വലിയ മണ്ടത്തരമാണ്. വെള്ളാപ്പള്ളി നടേശനും
സുകുമാരൻ നായരും എല്ലാം കൂടി സതീഷിനെ ദേ ഹാവ് ഓൾറെഡി മെയ്ഡ് ഹിം ഹാഫ് എ VS എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ ജനം തെരുവിലിറങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരികയാണ്. കാരണം ഇവിടെ ഒരു 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 ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ശബ്ദം തന്നെ ഇവിടെ ഇല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിന് ശേഷമുള്ള ഒരു 1.5 മാസം കൊണ്ട് സതീശൻ്റെ ഇമേജിന് വന്ന വർധനമെന്ന് പറയുന്നത് അഭൂതപൂർവമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിലെ ബാക്കി ചെറിയ മനുഷ്യന്മാരും കൂടെയാണ്. പലരുടെയും സ്റ്റേറ്റ്മെൻറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശ്രീ അടൂർ പ്രകാശൊക്കെ ദിലീപിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഇതിലും മെച്ചം ഈ സർക്കാർ ഒന്നും കൂടി വരികയാണെന്ന് പോലും തോന്നിപ്പോകും. അതുപോലെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഇവരെ നമ്മളെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഈ പറയുന്ന പോലെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് പോലെ സതീശൻ എമർജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനോ ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ ഉള്ള സ്കില്ല് തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഉണ്ട്. അതിനോടൊപ്പം ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. കാര്യത്തോടെ എടുക്കുമ്പോൾ സുകുമാരൻ നായർ തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യം, കോൺഗ്രസ്സിൽ നടത്തുന്ന ബാർഗെയിനിങ് LDF നടത്താൻ പ്രയാസമാണ്. അപ്പോൾ അദ്ദേഹം പോലും ഈ ഇപ്പോൾ എടുക്കുന്ന നിലപാടിൽ പോലും നിൽക്കത്തില്ലെന്നാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാലിനെന്തോ പ്രശ്നമുള്ളപ്പോൾ കാണാൻ വന്നതിലൊക്കെ അദ്ദേഹത്തിലെ ഫ്യൂഡൽ മനസ്സ് സന്തോഷിക്കുന്നുണ്ട്, അതിൽ ആനന്ദിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നടത്ത് ഇന്ന നിയമനം മറ്റേത് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞ പോലെ CPMലെ നേതാക്കന്മാരെ ഒന്ന് വേർതിരിച്ച് വർത്തമാനം പറയാമോ? തീർച്ചയായിട്ടും പരസ്യമായി അറ്റാക്ക് ചെയ്യേണ്ടി വരും. CPMൻ്റെ ഒരു ഘടന ഈ എല്ലാ ദൗർബല്യങ്ങൾക്ക് ശേഷവും അതിനെ ടോളറേറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPMൻ്റെ തെരഞ്ഞെടുപ്പ് മിഷണറി അവർ ഏത് തരത്തിൽ ചലിപ്പിക്കുമെന്നുള്ളതാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? CPMും ഒരുപക്ഷെ തുടർഭരണം തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്, മുഖ്യമന്ത്രി തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യം ദേ വിൽ ഗോ ഓൾ ഔട്ട്, അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അവർ CPMൻ്റെ സംഘടനാ സംവിധാനവും സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വെറുപ്പും തമ്മിലുള്ള മത്സരമാണ് അടുത്ത തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആര് വിജയിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുക. പക്ഷെ അത് പറയുമ്പം തന്നെ ഉള്ളിൽ ഒരുപാട് അന്തഛിദ്രങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടു, ഒരു പൊട്ടൽ നമ്മൾ കണ്ടു. അതുപോലത്തെ പൊട്ടലുകൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അടുത്ത കണ്ണൂരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കടുത്ത റെസൻമെൻ്റ് ഉള്ള ഒരു പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ അപ്പക്കഷ്ണം വീതിച്ച് കിട്ടുന്നവരല്ലാതെ എല്ലാവരും ഇതിൽ വളരെ അസന്തുഷ്ടരാണ്. മറ്റവർക്കും അറിയാം, ഈ അപ്പക്കഷ്ണം തിന്നുന്നവർക്കും അറിയാം ഈ പോകുന്ന പോക്ക് ശരിയല്ലെന്ന്. പക്ഷേ അവർക്ക് അതിൻ്റെ വീതം കിട്ടുന്നതുകൊണ്ട് അവരുടെ സ്വാർത്ഥത കൊണ്ട് അതിൽ അഭിരമിച്ച് അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് കിട്ടുന്നുമില്ല, ഈ പോക്ക് ശരിയുമല്ല എന്നുള്ളവർ എത്ര നാൾ ഈ പാർട്ടി എന്നുള്ളൊരു മതം പോലെ നിൽക്കും എന്നുള്ളൊരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഒരു തലമുറ മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുകയും പാർട്ടി വീണ്ടും സജീവമായി ഇടതുപക്ഷത്ത് ഉറക്കുകയും ചെയ്യുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ റെസൻമെൻ്റ് എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിൽ മാത്രമല്ല, പാർട്ടിക്കുള്ളിലും അതിശക്തമായിട്ടുണ്ട്. അതായത് സുകുമാരൻ നായരോട് ജമാഅത്തിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നത് അവർക്ക് 25 MLA-മാരുണ്ടല്ലോ, അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയും കിട്ടും. അതായത് ജമാഅത്ത് സമം മുസ്ലിം എന്നാണ് ഈ പറയുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമുണ്ട്? ദേ ആർ സോ ഇൻസിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അത് വെറുതെ പറഞ്ഞ് എന്തിനാന്ന് പറഞ്ഞാൽ അവരെ ചാരി ഒരു മുസ്ലിം ധ്രുവീകരണം, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം കൊണ്ടുവരിക. അതുവഴി ഈ അദറിങ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ഒരു കൂട്ടരെ ചാരിക്കും. അതുകൊണ്ട് ഈ മലബാർ ഏരിയയിലെ രാഷ്ട്രീയം മുസ്ലിം ലീഗിൻ്റെ കീഴിലും UDFൻ്റെ കീഴിലും ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നു. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായെങ്കിൽ അത് അസംബ്ലിയിലും വരും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട്
ഇവരൊരു ബാക്കി എല്ലാവരെയും കൂടി ഒന്നിപ്പിക്കാമോ എന്നുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പറയുന്നതാണ്. അല്ലാതെ ജമാഅത്തിന് കേരളത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ CPM-ൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നാണ്. ഇത് VS ഒക്കെ എല്ലാ കാലത്തും പുലർത്തിയിരുന്ന സമീപനം അതാണ്. അതുകൊണ്ടാണ് ഈ INL-ന് 27 വർഷം മുന്നണി കയറാൻ പറ്റാതിരുന്നത്. VS മൗനിയായതിനു ശേഷമാണ് അവരെ മുന്നണിയിലെടുക്കുന്നത്. അപ്പം ഇത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമൊന്നുമല്ല. ഒരു 6 മാസം മുമ്പ് ഇതേ AK ബാലൻ പറഞ്ഞ എന്താണ്, UDF-ൻ്റെ കയ്യിലെ കീറസഞ്ചിയാണ് മുസ്ലിം ലീഗ് എന്നാണ് അവർ കോൺഗ്രസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളവിടെ നിൽക്കുന്ന നഷ്ടമാണ്, ഇങ്ങോട്ട് പോരൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EP ജയരാജൻ LDF കൺവീനറായിരുന്നപ്പോൾ ദൈനംദിനം അവർക്ക് ക്ഷണവും റെഡ് കാർപ്പറ്റുമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇവർ വർഗീയ കക്ഷിയായത്? അതിനുശേഷമുള്ള എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വർഗീയ കക്ഷിയാണെന്ന് പറയുന്നത്? അവർ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോഴുള്ള ഒരു മനംമാറ്റം മാത്രമാണ് ഇവർ. പക്ഷേ അവർ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വർഗീയ കക്ഷിയാണ്. തീവ്ര നിലപാടുകൾ എടുക്കാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ തീർച്ചയായിട്ടും അവരുടെ പെർസ്പെക്റ്റീവ് ഒരു മതവിഭാഗത്തെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്, ഒരു വർഗീയ പാർട്ടിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ സംശയമില്ല. പക്ഷേ അതിനോട് പ്രതികരിക്കലല്ലല്ലോ ഇവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമുദായ സംഘടനകളുണ്ട്. NSS പറയുന്ന കാര്യങ്ങളോട് നമുക്ക് പൂർണ്ണമായി യോജിപ്പുണ്ടാവില്ല. പക്ഷേ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. അത് പൊതുസമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങൾ അവരെ കയറി അറ്റാക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവരുടെ രാഷ്ട്രീയത്തെയൊക്കെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു കാരണവശാലും ഇവിടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് അതിലെ ഭൂരിപക്ഷം നേതാക്കന്മാരും ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും ആ ചിന്താധാരയ്ക്കാണ് അവിടെ മേൽക്കൈയുമുള്ളത്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് LDF-ൻ്റെ നയമേ ആയിരുന്നില്ല. അതിന് വിരുദ്ധമായി അതിന് ശ്രമിച്ചു കൊണ്ടിരുന്നവരാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം. അപ്പോൾ അവർ പറയുന്നത് മുഴുവൻ കാപട്യമാണ്. ഇലക്ഷന് ജയിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട അല്ലാതെ വേറെ ഒരു പൊളിറ്റിക്സും അവർക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മാറി തരതാരം പോലെ കള്ളം പറയുക. അപ്പോൾ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലത്തെ കാപട്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കടുത്ത തീവ്രവാദികളാക്കുകയും ജമാഅത്ത് എന്ന് പറയുന്ന സമം മുസ്ലിം ലീഗ് എന്ന് പറയുകയും UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറയുകയൊക്കെ ചെയ്യുക. നമുക്ക് 5ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായ കാര്യമൊക്കെ നമുക്ക് 5ാം മന്ത്രി വിവാദം എന്ന് പറയുന്നതിൻ്റെ അകത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് വാസ് ആസ്കിങ് ഫോർ എ ലാർജർ ഷെയർ. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന സമുദായ സംഘടന ഉണ്ടായിരുന്നു. മനസ്സിലായോ? UDF-ൻ്റെ ഭരണകാലത്ത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്, സമുദായ സംഘടന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NSS-ന് ആ ബാർഗൈനിങ് LDF നടത്താൻ പ്രയാസമായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും കാര്യത്തോടടുത്ത് വരുമ്പോൾ UDF വരുന്നതാണ് നല്ലതെന്ന് സുകുമാരൻ നായർക്ക് പോലും തോന്നും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അത് എന്തോ മെച്ചപ്പെട്ട സ്ഥിതിയായതുകൊണ്ടല്ല. ഇവരെല്ലാം ശ്രമിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഷെയർ കിട്ടാനാണ്. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളന്ന് പിന്നോക്ക സമുദായ മുന്നണി ഉണ്ടാക്കിയത് ലീഗും കൂടെ ചേർന്നുണ്ടാക്കി, ലീഗ് എന്നെ പറ്റിച്ചു, അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ സാധനമൊന്നും എനിക്ക് തന്നില്ല, അവരെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അദ്ദേഹം ഇപ്പോഴത്തെ മുഴുവൻ എതിർപ്പിനും കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നോക്കക്ഷേമ മുന്നണി ഉണ്ടാക്കി എന്താ, പിന്നോക്കങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല. ഇദ്ദേഹത്തിന് മറ്റേ അഡ്മിഷൻ നടത്തി അധ്യാപകരെ നിയമിച്ച് ഒക്കെ കളിക്കാൻ വേണ്ടി പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പിന്നോക്കക്ഷേമം പറഞ്ഞത്. ഈ കാപട്യം തുറന്നു പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ED പിടിമുറുക്കിയിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ വരുന്നു, റെയ്ഡുകൾ വരുന്നു. ബോർഡിൻ്റെ മുൻ അധ്യക്ഷന്മാരുടെ വീടുകളുടെ അടക്കം റെയ്ഡും പരിശോധന നടക്കുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഒരു ഭാവി അതെന്താകും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഞാനതിനെ വലിയ സംശയത്തോടു കൂടിയാണ് ED-യുടെ അന്വേഷണത്തെ കാണുന്നത്. കാരണം ED-യുടെ അന്വേഷണത്തിൻ്റെ ചട്ടങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ തന്നെ ED അന്വേഷിക്കുന്ന കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ അന്വേഷിച്ച ED-യും ഒക്കെ കൂടി അന്വേഷിച്ച കേസുകളെല്ലാം എന്തായി? ഇവരിതെല്ലാം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇവരിതെല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുക, മറ്റ് അന്വേഷണത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുകയും കൂടി ചെയ്യാം. ED ഇപ്പോൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താതെ
ഇവരുടെ പണ കൈമാറ്റം എന്തെങ്കിലും വിദേശത്തുള്ളതിൽ മണി ലോണ്ടറിങ്ങിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ അങ്ങനെയല്ല ഇ ഡി അന്വേഷണം നടക്കുക. ഇവർ എൻ്റയർ ഫയലുകൾ അങ്ങ് കൈക്കലാക്കി ബാക്കി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിയമത്തിൻ്റെ പിൻബലവും അതിനുണ്ട്. അതുകൊണ്ട് അതുവഴി കേരളത്തിൽ ആരംഭിച്ച എല്ലാ അന്വേഷണവും എടുത്ത് ഫ്രീസറി വെക്കുക. അപ്പോൾ ഇവർ ബിരിയാണി ചെമ്പ് എന്തായി, ഖുറാൻ കടത്തി എന്തായി, കാരസ്കരത്തിൻ ഗുരു എന്തായി എന്നൊക്കെ ചോദിക്കുന്നത് പോലെ സ്വർണ്ണക്കൊള്ള എന്തായി എന്നും കൂടി ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇതെന്താ ചെയ്യുക? ഇത് വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ബാർഗെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ച് LDF വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ BJP വളരാനുള്ള എല്ലാ മണ്ണും ഒരുങ്ങുക എന്നും കൂടിയാണ്. കാരണം കോൺഗ്രസ് ചിന്ന ഭിന്നമായി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ ഇവർക്കൊരു വിൻ വിൻ സിറ്റുവേഷനുണ്ട്. അവിടെയാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്, സെൻകുമാറിനെ പോലെ DGP ആയിരുന്ന ഒരു പോലീസ് മൈൻഡുള്ള ഒരാൾ, വൺസ് എ കോപ്പ് ഓൾവേസ് എ കോപ്പ് എന്ന് നമ്മൾ പറയും. അദ്ദേഹം ഇപ്പോഴും ഒരു പോലീസുകാരനാണ് ആ രീതിയിൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊന്നും ചോദിക്കാത്ത കാര്യത്തിൽ പറയുകയാണ്. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള കേസുകളുടെ ഭാവി അദ്ദേഹം പറയുകയാണ് 2026 വരെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഞാൻ എഴുതി വെച്ചാൽ. ഇത് പറഞ്ഞെത്ര 4-5 വർഷം മുമ്പ്. എന്താണ് അതിൻ്റെ അർത്ഥം? 2026 തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഈ കാര്യത്തിൽ ഒന്നും നടക്കില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദർ ഈസ് എ ഗെയിം പ്ലാൻ. അതുകൊണ്ടാണ് ഈ കേസുകൾ ഒന്നും അന്വേഷണമൊന്നും എത്താത്തത്. എല്ലാം എടുത്ത് ഫ്രീസറി വെച്ചിരിക്കുകയാണ്. ലൈഫ് മിഷൻ കേസ് എത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് കേസാണെന്ന്. നയതന്ത്ര ചാനൽ വഴിയുള്ള അത് കുറച്ചുകൂടെ കോംപ്ലക്സ്. ലൈഫ് മിഷൻ കേസ് എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷൻ്റെ സ്വന്തപ്പെട്ട സ്ഥലത്ത് ലൈഫ് മിഷൻ ചുമതലപ്പെടുത്താത്ത ഒരാൾ കയറി കൺസ്ട്രക്ഷൻ നടത്തുന്നു. ലൈഫ് മിഷന് പരാതിയില്ല. നിങ്ങളുടെ പറമ്പിൽ കയറി വീട് വെക്കുന്നതിന് പൈസ കൊടുക്കുന്നത് അയൽവക്കക്കാരൻ, വേറൊരാൾ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമില്ല. അതാരാ? നിങ്ങൾ മുഖ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റിയാണ്. മനസ്സിലായോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക അഴിമതിയുടെ രീതിയാണ്. ലാവ്ലിൻ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ആ മണി ലോണ്ടറിങ് ഉണ്ട്. അതിൻ്റെ അകത്ത് പൈസ വാങ്ങിയവർ കൈക്കൂലി കിട്ടിയതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. കൈക്കൂലി പണം പിടിച്ചെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു. മുഖാമുഖത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.